കേരളത്തിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും അല്ലാത്തവർ. ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. വെറുതെ ഒരു ഫാൻറ്റസി ആയി കൊണ്ട് നടക്കുന്നവരും സീരിയസ് ആയി പോകാൻ ശ്രമിക്കുന്നവരും. സീരിയസ് ആയി പോകാൻ ശ്രമിക്കുന്നവരിലും രണ്ട് തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഉള്ളത്. ദ ഗോയിത്തെ ടീം ആൻഡ് ദ ടെൽക്ക് ടീം. If you are someone who is confused to join one of these teams, I strongly insist you to watch this video. Correction, this series. So that brings us to the first part of this video. ഇത് രണ്ടും എന്താ? ഇത് രണ്ടും രണ്ട് പരീക്ഷകളാണ്. ജർമ്മൻ ലാംഗ്വേജിൽ ഒരാളുടെ പ്രാവീണ്യം തെളിയിക്കാനുള്ള രണ്ട് സിസ്റ്റമാറ്റിക് അളവുകോലുകൾ. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ഒക്കെ പോലെ. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാ? ജർമ്മനിയിൽ നിങ്ങൾക്ക് പഠിക്കാനോ ജോലി ചെയ്യാനോ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മസ്റ്റ് ആണ്. ഇത് തെളിയിക്കാൻ സഹായിക്കുന്ന രണ്ട് മികച്ച വഴികളാണ് ഗ്യോത്തെ ആൻഡ് ടെൽക്ക്. ഇനി ഇതിൽ ഏത് പരീക്ഷ എഴുതണം എന്നുള്ളത് തികച്ചും സബ്ജക്റ്റീവാണ്. നിങ്ങൾക്ക് ഏതാണ് മികച്ചതെന്ന് കണ്ടുപിടിക്കലാണ് ഈ സീരീസിന്റെ ഉള്ളടക്കം. ബട്ട് ഹൗ? അതിനാദ്യം ഈ രണ്ട് എക്സാം തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ബട്ട് വി സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ സ്പീക്കിംഗ് മൊഡ്യൂൾ ഓഫ് ഈച്ച് എക്സാം. ഗ്യോത്തയിൽ വരുന്ന സമയത്ത് സ്പ്രഷൻ എന്ന് പറയുന്ന എക്സാമും ടെൽക്കിൽ വരുന്ന സമയത്ത് മ്യൂൺലിഷെ പ്രൂഫിംഗ് എന്ന് പറയുന്ന എക്സാം. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഗോയത്തെ സ്പ്രഷൻ ടൈ ലൈൻസിൽ വരുന്നത് ഫോർട്രാഗ് ഹാൾട്ടൻ അല്ലെങ്കിൽ തേമ പ്രസന്റാക്സിയോൺ ആണ്. എന്നാൽ ടെൽക്കിന്റെ കേസിലാവട്ടെ മ്യൂൺലിഷെ പ്രൂഫിംഗിൽ ടൈ ലൈൻസ് വരുന്നത് യൂബർ എർഫാറിംഗൻ സ്പ്രഷൻ ആണ്. ഗോയത്തെ സ്പ്രഷൻ ടൈ ലൈൻസിൽ വരുന്ന ഫോർട്രാഗ് ഹാൾട്ടൻ അല്ലെങ്കിൽ തേമ പ്രസന്റാക്സിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങളൊരു സ്പീച്ച് ഡെലിവർ ചെയ്യുക അല്ലെങ്കിൽ ഒരു തീം പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഇതിൽ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിന് പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചറിൽ നിങ്ങൾ ഫോം ചെയ്യണം. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ന്യൂഗ്ലിഷ്കായിട്ട് സംസാരിക്കണം, ഇങ്ങനെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, ഈ ഒരു സ്ട്രക്ചറിൽ പോകണം എന്നുള്ളതാണ്. ഇനി നേരെ മറിച്ച് ടെൽക്കിന്റെ ടൈ ലൈൻസ് വരുന്ന സമയത്ത്, അതായത് മ്യൂൺലിഷെ പ്രൂഫിംഗിൽ യൂബർ എർഫാറിംഗൻ സ്പ്രഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം. ഈ ഒരു ഡിഫറൻസ് ആണ് മേജർലി ഗോയത്തെ അല്ലെങ്കിൽ ടെൽക്കിന് വരുന്നത്. ഇത് രണ്ടും എത്ര നേരം സംസാരിക്കേണ്ടി വരും? ഗ്യോത്തയിലെ ഫോർട്രാഗ് ഹാൾട്ടൻ നിങ്ങൾ 4 മിനിറ്റ് ആണ് സംസാരിക്കേണ്ടത്. എന്നാൽ ടെൽക്കിൽ വരുന്ന സമയത്ത് യൂബർ എർഫാറിംഗൻ സ്പ്രഷൻ നിങ്ങൾ 90 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ആണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ടെൽക്ക് ആയിരിക്കില്ല ഈസി? 1.5 മിനിറ്റ് സംസാരിച്ചാൽ മതി. പക്ഷേ ഈ 1.5 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുന്ന കണ്ടന്റ് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ടെൽക്കിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് സ്പീക്കിങ്ങിൽ നിങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആവണം, നാച്ചുറൽ ആവണം, നിങ്ങളുടെ നരേഷൻ ഒരു ഫ്ലോ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് യൂബർ എർഫാറിംഗൻ സ്പ്രഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിബിളി 7 ടോപ്പിക്സ് തരും. അതിൽ 7 ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് സംസാരിക്കാനാണ് പറയാം. അതിൽ മോസ്റ്റ്ലി ആളുകളും ചൂസ് ചെയ്യാറ് ലൈഫിൽ നടന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനോടൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതായത് നമ്മളൊരു കഥ പറയുമ്പോഴുള്ള അല്ലെങ്കിൽ അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മളത് പറയാം. ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആ ഒരു എക്സാം ഹാളിൽ ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ് പാർട്ട് ചെയ്യുന്ന സമയത്ത്. അത് ഇൻവിജിലേറ്ററിന് തോന്നുന്ന സമയത്താണ് നമുക്ക് അവിടെ മാർക്ക് കിട്ടുള്ളൂ. സോ അവിടെ നോക്കുന്നത് സ്ട്രക്ചറോ പാറ്റേണോ ഒന്നുമല്ല, നിങ്ങൾ ആ ഒരു കാര്യം എത്ര റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ തുടങ്ങി പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫീലൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് പാർട്ട് പൂർണ്ണ രൂപത്തിലെത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു 90 സെക്കൻഡ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് നിങ്ങൾ സംസാരിക്കേണ്ടത്. എന്നാലും 4 മിനിറ്റ് സംസാരിക്കണ്ടേ? 4 മിനിറ്റ് സംസാരിക്കണം. പക്ഷേ ഗോയത്തെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു സ്ട്രക്ചേർഡ് പാറ്റേണിലാണ് സംസാരിക്കേണ്ടത്. കാരണം നിങ്ങളോട് ഒരു തേമ പ്രസന്റേഷൻ അല്ലെങ്കിൽ മ്യൂഗ്ലിഷ്കായിട്ടുകൾ അല്ലെങ്കിൽ ഫോർട്രാഗ് ഹാൾട്ടൻ ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം നിങ്ങൾ ഐൻലൈറ്റും അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പറയണം, പിന്നെ നിങ്ങൾ മ്യൂഗ്ലിഷ്കായിട്ടിനെ കുറിച്ച് സംസാരിക്കണം, പിന്നെ അതിൻ്റെ ഫോർട്ടൈല്, നക്ടൈല്, പിന്നെ അതിൻ്റെ ഷ്ലുസ് കൊടുക്കുക. സോ ഇതിനൊരു കറക്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ ഉണ്ട്. ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഗോയത്തേൽ എന്ത് ചെയ്യേണ്ടത്, അവിടുത്തെ ടൈ ലൈൻസ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്തായിരിക്കും, ഇങ്ങനെ കുറച്ചൊക്കെ ബൈ ഹേർട്ട് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഗ്യാദർ ചെയ്ത് കുറച്ച് റൈഡമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈ രീതിക്ക് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും സിമ്പിളായിട്ട് വരും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 4 മിനിറ്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഒക്കെ മനസ്സിലായി. പക്ഷേ ഇതിൽ എനിക്ക് ഏതായിരിക്കും ബെസ്റ്റ്? ഇതിൽ നിങ്ങൾക്ക് ഏതാ ബെസ്റ്റ്, ഗോയത്തെ ആണോ ടെൽക്കാണോ സ്പീക്കിങ്ങിൽ ഫസ്റ്റ് പാർട്ട് ബെസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഫോർ ദ സെക്കൻഡ് വീഡിയോ.